കണ്ണൂർ കയറളം മുട്ടയിൽ പാമ്പ് ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ജനങ്ങൾ ആശങ്കയിൽ. 5 ദിവസത്തിനിടെ 25-ലധികം പാമ്പുകളെയാണ് പിടികൂടിയത്. പ്രദേശത്ത് പിടികൂടിയതിൽ കൂടുതലും പെരുമ്പാമ്പിന്റെ കുട്ടികളാണ്. മിനിഞ്ഞാന്നാണ് ഈ ഒരു പാമ്പിൻ്റെ വിവരം എന്നെ ഇവർ വിളിച്ച് അറിയിക്കുന്നത്. അപ്പോൾ തന്നെ ഞാനിവിടെ വന്നപ്പോൾ കണ്ടത് ഇവർ 3-4 പാമ്പിനെ ഒരു ബക്കറ്റിൽ പിടിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തൊട്ടടുത്ത വീട്ടിൽ തലേദിവസം രാത്രി 12 മണിക്ക് ഇവർ പാമ്പിനെ കാണുകയും അവർ വിവരറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോയി നോക്കിയപ്പോൾ ആ പാമ്പ് മാത്രമല്ല, ഇതിൻ്റെ പരിസരത്ത് ഏതാണ്ട് 14ഓളം പാമ്പുകളെ ഇവർ പിടിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഈ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനിവിടെ വന്നപ്പോൾ ഈ പരിസരവാസികളുമായി സംസാരിച്ചപ്പോൾ ഇതിന് ചുറ്റുവട്ടം വലിയ കാട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലവുടമകളുമായി ബന്ധപ്പെട്ട് ആ കാട് വയക്കി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഇവർ ഒരു നിവേദനം പഞ്ചായത്തിൽ തന്നിട്ടുണ്ട്. ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് ഭരണസമിതി അത് ചർച്ച ചെയ്ത് അതിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേഞ്ച് ഓഫീസർ പറഞ്ഞത് അത് എൻ്റെ ഒരു പോയിസൺ ഇല്ലാത്ത ഒരു പാമ്പാണ്, പെരുമ്പാമ്പിനത്തിൽപ്പെട്ട പാമ്പാണ്, അതുകൊണ്ട് അങ്ങനെ പേടിക്കാനില്ല. എന്നാലും പാമ്പിനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബോധവൽക്കരണ പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും നടത്തണമെങ്കിൽ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒച്ചിൻ്റെ ശല്യം ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു കുറച്ചങ്ങോട്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പഞ്ചായത്ത് ഇപ്പം 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതി തന്നെ വെച്ചിട്ടുള്ളത് അതിന് നിയന്ത്രണത്തിൽ. ഇതിനെന്താ വേണ്ടതുള്ളത് ഭരണസമിതി ആലോചിച്ച് വിശദമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് പറയാൻ. വീട്ടിന് പുറത്തിറങ്ങാൻ പേടിയാണ്. കുട്ടികളെ പലരും ബന്ധു വീട്ടിലേക്ക് മാറ്റി. രാത്രിയായാൽ സമാധാനത്തോടെ ഉറങ്ങാനും സാധിക്കുന്നില്ല. വീട്ടിലെ അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്ന് പോലും പാമ്പുകളെ പിടികൂടി. ഇതിന് എന്ത് പരിഹാരമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഞാൻ കയറളമുട്ട എന്ന സ്ഥലത്താണ്, പ്രദീപ് എന്നാണ്. നമ്മൾ ഇവിടെ 2-3 ദിവസമായി ഭയങ്കര ഒരു ഭീതിയിലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാമ്പിനെ കൊണ്ട് ഈ ഫസ്റ്റ് ടൈം ഒരു 12 മണിയാകുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിളിച്ച് പോയി നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പാമ്പ്. പിന്നെ അവർ പിടിക്കുന്നവർ വന്ന് നോക്കുമ്പോഴേക്ക് ഒന്നിനെ കിട്ടി. അവർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അവരിറങ്ങുമ്പോൾ തന്നെ ആദ്യം ഒന്നിനെ കിട്ടി പിടിച്ച് കുറച്ച് കഴിഞ്ഞ് അവർ പോയതിൻ്റെ കൊണ്ട് വീട്ടിൽ നമ്മളെത്തുമ്പോഴേക്ക് വീട്ടിൽ പാമ്പ് 2 എണ്ണം. കുറച്ച് അപ്പുറം നോക്കുമ്പോൾ ആദ്യം പാമ്പ്. അന്ന് ഒരു രാത്രി ഒരു 10-14 എണ്ണത്തിനെ പിടിച്ച്. അങ്ങനത്തെ ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ വേക്കുവാകും, വാതിൽ തുറക്കലില്ല. അവർ 2 ദിവസമായി പുറത്ത് അവർ തറവാട്ടിലാണ് നിൽക്കുന്നത്. കുട്ടികളില്ലോണ്ട് പേടിച്ചിട്ട്. ഇത് വിഷമില്ലെങ്കിലും കാണുമ്പം ഭയങ്കര ഒരു പേടിയാണ്. ഇത് അറിഞ്ഞിട്ട് നമ്മളെ മെമ്പർ KC ഗണേശേട്ടൻ കുറച്ച് ആൾക്കാർ വന്നു. അവർ വന്നിട്ട് ശ്രദ്ധിക്കണം ഇതെല്ലാം പറയുമ്പോഴേക്കും അവരെ കാലിൻ്റെ കീഴിലൊക്കെ ഒന്ന് പോകും. ഒരു പേടി ഭയങ്കരമായിട്ട്. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പേടിയില്ലെങ്കിലും പൊതുവെ എല്ലാവർക്കും കുട്ടികൾക്കും ഇതുമെല്ലാം മൊത്തത്തിൽ രാത്രി പുറത്തിറങ്ങുമ്പോൾ എന്തായാലും ഉണ്ടാകുന്നതിലൊരു ഭയപ്പാടില്ലാന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെ മഴക്കാലത്ത് 40ഓളം പാമ്പുകളെ പ്രദേശത്ത് നിന്നും പിടികൂടിയിരുന്നു. പെരുമ്പാമ്പ് മാത്രമല്ല വിഷപ്പാമ്പുകളും പ്രദേശത്ത് കണ്ടവരുണ്ട്. So my house is located in Kairalamutta, a small village in Kannur district. So we are facing an issue of having snakes here, especially python, because we have caught almost 24 snakes between 3 days of time. So we are actually afraid of this and very much concerned about this. Even night time, the elders are trying to catch the snake and giving it to hand over it to forest department. Even though we are doing that, the officials have not taken any enough what to console this issue. They haven't taken anything about it. പാമ്പുകൾക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ മേഖലയിൽ ഉണ്ടെന്നാണ് വനം വകുപ്പ് പറയുന്നത്. ചെറുകാടുകൾ വെട്ടിത്തെളിക്കാൻ നടപടി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്രദേശത്ത് പരിശോധന നടത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സമഗ്ര ന്യൂസ്.